QRP. ഇതൊരു റൈറ്റ് ട്രയാങ്കിൾ ആണ്. ഇവിടെ എന്ത് വരും? 90. ഇതിൽ ചോദിച്ചിരിക്കുന്ന QRP. ഇപ്പൊ പലരും ശ്രദ്ധിക്കുക, എന്താണ് ഇത്? QRP വരുമ്പോ 30 വരാം, 60 വരാം, 90 വരാം. അപ്പൊ ഇവിടെ എന്തായിരിക്കും യഥാർത്ഥത്തിൽ വരുന്നത്? അപ്പൊ അവര് പറഞ്ഞിട്ടുണ്ട്, ഇവിടെ നമ്മള് 60 എടുക്കുവാണെങ്കിൽ ഇവിടെ നോക്കിയേ, ഇത് 90 ആണ് ആണല്ലോ. നമ്മൾ പഠിച്ചിട്ടുണ്ട് റേഷ്യോ. ഇപ്പൊ നമ്മൾ പഠിച്ചതല്ലേ ഉള്ളൂ. എന്താ റേഷ്യോ? 30, 60, 90. 30ക്ക് ഓപ്പോസിറ്റ് 1 ആണെങ്കിൽ 90ക്ക് ഓപ്പോസിറ്റ് 2, 60ക്ക് ഓപ്പോസിറ്റ് √3. അപ്പൊ ഇവിടെ എന്തോ വന്നിട്ടുണ്ട്? 90ക്ക് ഓപ്പോസിറ്റ് എന്താ വന്നിരിക്കുന്നത്? 2 ആണല്ലോ. അപ്പൊ 30ക്ക് ഓപ്പോസിറ്റ് എന്ത് വരും? 1. അപ്പൊ ഇവിടെ ഒബ്വിയസ്ലി എന്ത് വരാം? 30 ഡിഗ്രി. അപ്പൊ ഇവിടെ എന്ത് വരും? 60 ഡിഗ്രി. കണ്ടോ? അപ്പൊ 60 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് എന്താ വരുന്നത്? √3. അപ്പൊ PQന്റെ ലെങ്ത് എന്താ? √3. PQ എന്താണ്? √3. ക്ലിയർ? ഇനി QRP. QRP എത്ര ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്? 60 ഡിഗ്രി. അപ്പൊ QRP എത്ര വരും? 60 ഡിഗ്രി വരും. സംഭവം സിമ്പിൾ ആണ്. ഒന്ന് ശ്രദ്ധിച്ചാൽ 2 മാർക്ക് കയ്യിൽ വരും. അങ്ങനെയാണ് 90 ഓപ്പോസിറ്റ് 12, 60 ഓപ്പോസിറ്റ് 6 ചോദിച്ചിരിക്കുന്നത് എന്താ? ലെങ്ത് ഓഫ് ലാർജസ്റ്റ് സൈഡല്ലേ ചോദിച്ചിരിക്കുന്നത്. ലാർജസ്റ്റ് സൈഡ് ഇതല്ലേ. അപ്പൊ ഇവിടുത്തെ ആൻസർ എന്തായിരിക്കും? 30 ഓപ്പോസിറ്റ് 6, 90 ഓപ്പോസിറ്റ് എത്ര? 12. അപ്പൊ ഇവിടെ എന്ത് വരും? 12. അപ്പൊ ആൻസർ എത്ര? 12. വാട്ട്സ് ലെങ്ത് ഓഫ് ഹിസ് ലാർജസ്റ്റ് സൈഡ്? ലാർജസ്റ്റ് സൈഡ് എപ്പോഴും ലാർജസ്റ്റ് സൈഡ് ആരാ? ഹൈപ്പോട്ടനസ്. ക്ലിയർ അല്ലേ? സംഭവം സെയിം ക്വസ്റ്റ്യൻ അല്ലേ, പക്ഷെ ഡിഫറെന്റ് രീതിയിലല്ലേ ചോദിച്ചത്. 2 മാർക്കിന് ഇതാണ് ചോദിക്കുന്നത് സാധാരണ. ഒരു രീതി. വേറൊരു ക്വസ്റ്റ്യൻ ഇതുമായി ബന്ധപ്പെട്ടത് തന്നെ മാർച്ച് 2021 ചോദിച്ചതാണ്. ഫിഗർ ആംഗിൾ ബി സൈനസ് കോസെക്സ് ടാനെക്സ്. ഇത് നമുക്ക് പഠിക്കേണ്ട ഒരു കാര്യമാണ് അല്ലെ. സൈനക്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണെന്ന് അറിയാം? എന്താ? ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടീനിയസ്. അതാണ് എത്ര കണ്ടുപിടിക്കാൻ? സൈനക്സ് കണ്ടുപിടിക്കാൻ. കോസെക്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? അഡ്ജസന്റ് ബൈ ഹൈപ്പോട്ടീനിയസ്. ടാനെക്സ് കണ്ടുപിടിക്കാനുള്ളത് ഇതാണ് എടുത്തെഴുതുക, ഓപ്പോസിറ്റ് ബൈ അഡ്ജസന്റ്. ഇതാണ് ഇക്വേഷൻ, അറിയാവുന്നതാണല്ലോ. അപ്പൊ സൈനക്സ് കണ്ടുപിടിക്കാൻ ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടീനിയസ്, കോസെക്സ് കണ്ടുപിടിക്കാൻ അഡ്ജസന്റ് ബൈ ഹൈപ്പോട്ടീനിയസ്, ടാനെക്സ് കണ്ടുപിടിക്കാൻ ഓപ്പോസിറ്റ് ബൈ അഡ്ജസന്റ്. ഇത് മറന്നുപോയി. ഇതാണ് ഓരോന്നും. ഈ എക്സ് എന്ന് പറയുന്നത് എത്രയാണോ ഡിഗ്രി വരുന്നത് അവിടെയാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ ഇവിടെ ചോദിച്ചിരിക്കുന്നത് സൈൻ എ ഈസ് ഈക്വൽ ടു 24/k എന്നാണ്. അപ്പൊ ഇവിടെ നമ്മൾ സൈൻ എക്സ് എടുക്കുക. സൈൻ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ്? ഇയാളാണ്. ആംഗിൾ തന്നിട്ടുണ്ടോ? ഇല്ല. സൈൻ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈൻ ആണ് വന്നിരിക്കുന്നത്. സൈൻ എന്ന് പറഞ്ഞ ഇക്വേഷൻ എന്താ? ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടീനിയസ്. അപ്പം സൈൻ എ ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് ആരാ? 24 ആണ്. കറക്റ്റ്. ബൈ അഡ്ജസന്റ് ആരാ? അല്ല, ഹൈപ്പോട്ടീനിയസ് ആരാ? 25. അപ്പൊ ഇവിടെ എന്ത് വരും? 25. അപ്പൊ കെ എന്ന് പറഞ്ഞാൽ എന്താണ് ആൻസർ? 25. സംഭവം കഴിഞ്ഞു. സംഭവം മനസ്സിലായ? സൈൻ എയുടെ ഇക്വേഷൻ ഒരു ഇങ്ങനൊക്കെ തരും നമ്മളെ കൺഫ്യൂഷൻ ആക്കാൻ. പക്ഷെ നമ്മൾ സിമ്പിൾ അതിന്റെ ഇക്വേഷൻ ഒക്കെ എടുത്ത് എഴുതുക. സൈൻ എ എന്ന് പറഞ്ഞ ഇക്വേഷൻ എന്താ? ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടീനിയസ്. ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ എത്ര? 24. ഹൈപ്പോട്ടീനിയസ് എന്ന് പറഞ്ഞാൽ എത്ര? 25. അപ്പൊ കെയുടെ സ്ഥാനത്ത് വന്നിരിക്കുന്ന ആരാ? 25. അപ്പൊ കെയുടെ വാല്യൂ എന്താ? 25. ഇനി ബി എടുക്കണമെന്നുണ്ടെങ്കിൽ എന്താ വരിക? കോസ് സി എം സൈൻ സി എം എന്തൊക്കെയാണെന്ന്. കോസ് സി കോസ് എന്ന് പറഞ്ഞാൽ എന്താ? അഡ്ജസന്റ് ബൈ ഹൈപ്പോട്ടീനിയസ്. കോസ് സി ആണ് ചോദിച്ചിരിക്കുന്നത്. അഡ്ജസന്റ് എപ്പോഴും ആരെ എടുക്കും? ഹൈപ്പോട്ടീനിയസിനെ എടുക്കുമോ? ഒരിക്കലും എടുക്കത്തില്ല. അഡ്ജസന്റ് ആരാ? 24 ബൈ ഹൈപ്പോട്ടീനിയസ് ആരാ? 25. പോലെ അടുത്ത സി വരുന്ന ആരാ? സി അല്ലല്ലോ, കൂടെ തന്നെ ആരാ? ആൻഡ് സൈൻ സി. സൈൻ സി എന്ന് പറഞ്ഞാൽ എന്താ? സൈൻ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടീനിയസ്. സിയുടെ ഓപ്പോസിറ്റ് ആരാ? 7 ബൈ 25. സംഭവം കഴിഞ്ഞു. ഇതാണ് കോസ് സി സൈൻ സി. അപ്പൊ ഇങ്ങനെ കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടി തരുമ്പോൾ സംഭവം ഒന്നുമില്ല. നിങ്ങൾ നേരെ ഇക്വേഷൻ ഉപയോഗിച്ച് അങ്ങ് എഴുതിയിടുക. ആദ്യം സൈൻ്റെ ഇക്വേഷനും കോസിന്റെ ഇക്വേഷൻ, അതായത് ടാനാണെങ്കിൽ ടാനിന്റെ ഇക്വേഷൻ എഴുതിയിടുക. നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ബേസ് ക്വസ്റ്റ്യൻ ആണ് ഇത്, സൈനും കോസിന്റെ. ഓക്കെ. 0/2 എന്തോ ഇങ്ങനൊക്കെ നമ്മളൊന്നും കൺഫ്യൂഷൻ ആവണ്ട. നമ്മൾ പഠിച്ചത് എന്ത് ചെയ്യാന്ന് എഴുതി വെക്കുക. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. സമാധാനത്തിൽ എടുക്കുക. നമ്മൾ പഠിച്ചതിനെ അങ്ങോട്ട് എന്ത് ചെയ്യുക? ഡിനോട്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ. ഇൻ ദ ഫിഗർ ആംഗിൾ ബി 90 ഡിഗ്രി.
ബി സി 1 സെന്റിമീറ്റർ, സൈന് ഹാഫ്. ചോദിച്ചിരിക്കുന്നത് നമ്മൾ ശ്രദ്ധിച്ചാൽ മതി, വേറെ ഒന്നും നിങ്ങൾ നോക്കണ്ട. ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കുക. ചോദിച്ചിരിക്കുന്നത് എന്താ? എ സി. എ സി കണ്ടെത്താൻ നമ്മുടെ കയ്യിൽ എന്തൊക്കെ ഐഡിയകളുണ്ട് എന്ന് നമ്മൾ ശ്രദ്ധിക്കുക. എ സി എന്ന് പറഞ്ഞാൽ ആരാണ്? ഇയാളാണ്. ഇവിടെ 90 ആണ്. ഇവിടെ എന്താണെന്നോ ഇവിടെ എന്താണെന്നോ നമുക്ക് അറിയാവോ? അറിഞ്ഞൂടാ. പക്ഷെ ഇവിടെ തന്നിട്ടുണ്ട്. എന്താ തന്നിട്ടുണ്ട്? സൈന് ഈസ് ഈക്വൽ ടു 1/2 എന്ന് തന്നിട്ടുണ്ട്. സൈനെ 1/2 എന്നാണ് തന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ എന്താ പഠിക്കേ? സൈനയുടെ ഇക്വേഷൻ എഴുതുക. സൈനയുടെ ഇക്വേഷൻ എന്താ? ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടീനിയസ്. ഉണ്ടോ? നമ്മളൊരു മാറ്റം വരണ്ട. ഓപ്പോസിറ്റ് ആരാ വരിക? സൈന എന്ന് പറയുന്നതല്ലേ. ഓപ്പോസിറ്റ് ആരാ? ബി സി. ആരാ? ബി സി. ഹൈപ്പോട്ടീനിയസ് ആരാ? ചരിക്ക് നടക്കുന്ന ആളാരാ? എ സി. ചോദിച്ചിരിക്കുന്ന ആരാ? എ സിയുടെ വാല്യൂ. എ സി എത്രയാ? 1/2. എ സി നേരെ എവിടെ എത്ര വരിക? 2. ക്ലിയർ ആയ? എ സി 1/2 ആണോ? 2. ബി സി എത്ര? 1. കേട്ടോ? ബി സി 1 ആണെങ്കിൽ എ സി എത്ര? ഇക്വേഷൻ ഇട്ട് കൊടുത്താൽ മതി. ക്ലിയർ ആയോ? ഇനി എ ബി എത്ര? എ ബി. അപ്പൊ ഇത് 1/2, ഇതപ്പോ 2 ആണ്. ഇത് 2 ആണെന്നുണ്ടെങ്കിൽ ഇത് എത്രയായിരിക്കും? എ ബി എത്ര ആയിരിക്കും? നമുക്കറിയാം. എ ബി കണ്ടുപിടിക്കാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇക്വേഷൻ. എ ബി നമുക്ക് √3 എടുത്ത് കൊടുക്കാൻ പറ്റത്തില്ല. എന്താ കാര്യം? ഇവിടെ 60 ആണെന്നോ ഇവിടെ 30 ആണെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. എന്ത് വേണമെങ്കിലും വരാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? എ ബി കണ്ടെത്തുന്നു. എ ബി കണ്ടെത്താനുള്ള ഇക്വേഷൻ എന്താ? എ ബി എന്ന് പറഞ്ഞ ബേസ് അല്ലേ? ഇക്വേഷൻ എന്താ? ഹൈപ്പോട്ടീനിയസ് മൈനസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. ഹൈപ്പോട്ടീനിയസ് എത്ര വരിക? 2² മൈനസ് 1². 2ന്റെ സ്ക്വയർ എത്ര? 4 മൈനസ് 1ന്റെ സ്ക്വയർ 1. 4 1 കുറച്ചാൽ 3. അപ്പൊ എ ബി എത്ര കിട്ടി? √3 കിട്ടി. എ ബി എത്ര കിട്ടി? √3. അപ്പൊ നമുക്ക് ഉറപ്പിക്കാം റേഷ്യോ എന്താണ്? റേഷ്യോ എന്താണ്? 30 60 90. 1 2 √3. അപ്പൊ 1ന്റെ ഓപ്പോസിറ്റ് ഇവിടെ എന്താ വരിക? 30. അപ്പൊ ഇവിടെ എന്താ വരിക? 60. ക്ലിയർ ആയല്ലോ? അപ്പൊ നമ്മൾ ചോദിച്ചിരിക്കുന്നത് എന്താണ്? ആംഗിൾ എ അല്ലേ ചോദിച്ചിരിക്കുന്നത്. എ ബി എത്ര കിട്ടി? √3 കിട്ടി. എ സി എത്ര കിട്ടി? 2 സെന്റിമീറ്റർ. എ ബി എത്ര കിട്ടി? √3 സെന്റിമീറ്റർ. ആംഗിൾ എ എത്ര കിട്ടി? 30 ഡിഗ്രി. സൈൻ 60 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈൻ 60 അല്ലേ? ഇനി അടുത്ത ഡി ആണ് നമ്മൾ കാണേണ്ടത്. സൈൻ 60. അവിടെയും സെയിം ഇക്വേഷൻ. എന്താ? ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടീനിയസ്. സൈൻ 60യുടെ ഓപ്പോസിറ്റ് ആരാ? √3. ഹൈപ്പോട്ടീനിയസ് ആരാ? 2. അപ്പൊ ആൻസർ എന്താ വന്നു? √3/2. അപ്പൊ സൈൻ 60 എന്ന് പറഞ്ഞാൽ എന്താ ആൻസർ? √3/2. ഇതാണ് ആൻസർ. എല്ലാവർക്കും എടാ ഒന്ന് ശ്രദ്ധിച്ചോണേ. ഇതിനകത്തും ഡിഫറെന്റ് ആയിട്ടുള്ള ഒന്നുമില്ല. നമ്മൾ പഠിച്ച സെയിം കാര്യങ്ങളേ ഉള്ളൂ. നമ്മൾ ആദ്യം വരച്ച ട്രയാങ്കിൾ കണ്ടെണ്ണം ഉണ്ടോ? ഇതുവരെ റൈറ്റ് ട്രയാങ്കിൾ വെച്ചാ വന്നേ അല്ലേ? ഇതിന് ആദ്യം ചോദിച്ചിരിക്കുന്നത് എന്താ? ആംഗിൾ ബി എന്താണെന്ന്. അപ്പൊ ഇതിനെ നമുക്ക് രണ്ടായിട്ടാണ് മുറിക്കാം. ഇതിനെ മുറിക്കുമ്പോ ഇവിടെ എത്ര വരും? 90. ഇവിടെ എത്ര വരും? 60. ഇവിടെ എത്ര വരും? 60. അപ്പൊ ഈ രണ്ട് ആംഗിളും 60 വെച്ചാൽ അങ്ങനെയാണെങ്കിൽ ഇതെത്ര? 30. പണി കഴിയുണ്ടോ? എല്ലാം റേഷ്യോയുടെ കളിയേ ഉള്ളൂ. റേഷ്യോ ആയിട്ട് വന്നാൽ സംഭവം സിമ്പിൾ. അപ്പൊ ഇവിടെ 90. 90ക്ക് ഓപ്പോസിറ്റ് 90ക്ക് ഓപ്പോസിറ്റ് 4 ആണെങ്കിൽ 30ക്ക് ഓപ്പോസിറ്റ് അതിന്റെ പകുതി 2. ഇവിടെ എന്ത് വരും? 2√3. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഓപ്പോസിറ്റ് എന്ത് വരും? 2√3 വരും. 30ക്ക് ഓപ്പോസിറ്റ് എന്ത് വരും? 2. പണി കഴിഞ്ഞു. ആംഗിൾ ബി എന്ന് പറഞ്ഞാൽ 30 ഡിഗ്രി ആണ്. സംഭവം കഴിഞ്ഞു. എ ടു ബി സി ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എത്ര കിട്ടി? 2 കിട്ടി. ദാറ്റ് ഈസ് 2 സെന്റിമീറ്റർ. അതും കഴിഞ്ഞു. ഇനി ഏരിയ മാത്രം കണ്ടുപിടിച്ചാൽ മതി. കണ്ടോ ഏരിയ? അപ്പൊ ഇവിടെ നോക്കിയേ, 30ന് ഓപ്പോസിറ്റ് എന്ത് വന്നു? 2. അങ്ങനെയാണ് 60ന് ഓപ്പോസിറ്റ് ഇവിടെ എന്ത് തന്നെയാണ്? 2√3. അല്ല പാടുണ്ടോ? റേഷ്യോ പഠിച്ചാൽ എളുപ്പമല്ലേ? ഇനി നോക്കിയേ, ഒറ്റ ഉത്തരം ഏരിയ കാണാൻ. ഏരിയ കാണാനുള്ള ഇക്വേഷൻ എന്താ? BH. ബി എന്ന് പറഞ്ഞാൽ എന്താ? ബേസ്. ബി എന്ന് പറഞ്ഞാൽ ബേസ് ആണ്. ബേസ് എന്ന് പറഞ്ഞാൽ ഇവിടെ ആരാ വരുന്നേ? ബി സി ആണ്. ആരാ വരുന്നേ? ബി സി. ബി സി എത്രയാണ്? 2√3 പ്ലസ് 2√3 ദാറ്റ് ഈസ് 4√3. അങ്ങനെയാണ് ബേസ് കിട്ടി. ഹാഫ് ഇൻറ്റു ബേസ് എത്ര? 4√3 ഇൻറ്റു ഹൈറ്റ് എത്ര? 2. രണ്ടും വെട്ടിക്കളഞ്ഞു. ആൻസർ എത്ര? 4√3 സെന്റിമീറ്റർ സ്ക്വയർ. ഇത് കിട്ടിയവർക്ക് ഫുൾ മാർക്ക്. എത്ര പേർക്ക് കിട്ടി? വെരി ഗുഡ്. എ മാൻ സ്റ്റാൻഡിങ് അറ്റ് ദ എഡ്ജ് ഓഫ് ദ റിവർ. അല്ലേ? എഡ്ജ് ഓഫ് ദ റിവർ. ആര് നിൽക്കുന്നു? ഒരു റിവറിന്റെ സൈഡിൽ ഒരാൾ നിൽക്കുകയാണ്.
കണ്ടോ? ഈ സീസ് ദ ടോപ്പ് ഓഫ് എ ട്രീ. അയാള് എഡ്ജിൽ നിൽക്കുക, റിവറിന്റെ എഡ്ജിലാണ് അയാൾ നിൽക്കുന്നത്. അയാൾ ഒരു ട്രീയുടെ മുകളിലേക്ക് നോക്കുവാണ്. അപ്പൊ ഇങ്ങനെയാ വരയ്ക്കുന്നത്. കണ്ടോ? എലവേഷൻ എത്രയാണ്? 60 ഡിഗ്രി. ഇതാണ് എലവേഷൻ. അപ്പൊ ഇവിടെ നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യം എന്താ? എലവേഷനും ഡിപ്രഷനും. എന്താ എലവേഷൻ എന്ന് പറഞ്ഞാൽ? എലവേഷൻ എന്ന് പറഞ്ഞാൽ ഒരാൾ ഇവിടെ നിന്ന് ഒരാൾ ഇങ്ങനെ നോക്കുവാണെങ്കിൽ ഇയാൾ ഇവിടെ ഓപ്പോസിറ്റ് ഒരു ബിൽഡിംഗ് ഉണ്ടെന്ന് വിചാരിച്ചോ. അപ്പൊ ഇവിടുന്ന് അയാൾ നേരെ എപ്പോഴും നേരെ അയാൾക്ക് ഒരു നോട്ടമുണ്ട്. നേരെ അയാൾ ഇങ്ങനെ നോക്കിയിട്ടായിരിക്കും ഇങ്ങനെ നോക്കുന്നത്. അപ്പൊ ഈ ആംഗിളാണ് ഇയാൾ മുകളിലോട്ട് ഈ ബിൽഡിങ്ങിന്റെ മുകളിലേക്ക് നോക്കുന്ന ഈ ആംഗിളാണ് ആംഗിൾ ഓഫ് എലവേഷൻ. ഉണ്ടോ? ഇയാളൊരു മുകളിലേക്ക് നോക്കും, ബിൽഡിങ്ങിന്റെ മുകളിലേക്ക് നോക്കുന്നത് എങ്ങനെയാ? ആദ്യം ഇങ്ങനെ നോക്കണം, നേരെ നോക്കണം, എന്നിട്ട് എങ്ങനെ നോക്കണം? മുകളിലോട്ട് നോക്കണം. അവിടെ വരുന്നതാണ് എന്തെന്ന് പറയുന്നത്? ആംഗിൾ ഓഫ് എലവേഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ ആംഗിൾ ഓഫ് ഡിപ്രഷൻ എന്ന് പറഞ്ഞാലോ, ഇങ്ങോട്ട് നോക്കുക, താഴോട്ട് നോക്കുക. അവിടെ വരുന്ന ഒരു ആംഗിളാണ് ആംഗിൾ ഓഫ് ഡിപ്രഷൻ. ഇതാണ് എലവേഷൻ എങ്കിൽ ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? അയാള് മുകളിൽ നിന്ന് എങ്ങോട്ട് നോക്കുന്നു? താഴേക്ക് നോക്കുന്നു. അപ്പൊ ആദ്യം നേരെ നോക്കണം, പിന്നെ എങ്ങോട്ട് നോക്കണം? താഴേക്ക് നോക്കണം. ഇവിടെ ഉണ്ടാകുന്ന ഈ ആംഗിളാണ് ഏതെന്ന് പറയുന്നത്? ഡിപ്രഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? എലവേഷനും ഡിപ്രഷനും. അപ്പൊ എലവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മുകളിലേക്ക് നോക്കുന്നു. ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ എന്താ? താഴേക്ക് നോക്കുക. ആംഗിൾ വരുന്ന കണ്ടോ? അപ്പൊ എലവേഷൻ ആണ്. അപ്പൊ അയാൾ മുകളിലേക്ക് നോക്കുക. അപ്പൊ ഇവിടെ ആളിനെ നമ്മൾ താഴെ നിന്ന് തന്നെ എന്ത് ചെയ്യുന്നു? എടുക്കുകയാണ്. അപ്പൊ റിവറിന്റെ സൈഡിൽ അയാൾ നിൽക്കുന്നു, ഒരു ബിൽഡിങ്ങിലേക്ക് നോക്കുന്നു. നോക്കുന്ന എത്ര ഡിഗ്രിയിലാണ്? 60 ഡിഗ്രിയിലാണ് നോക്കുന്നത്. പിന്നീട് അയാൾ നോക്കിയ സ്റ്റെപ്പ് 20 മീറ്റർ ബാക്കിലോട്ട് വന്നു. എത്ര മീറ്റർ? 20 മീറ്റർ. ക്ലിയർ അല്ലേ? ബാക്കിലോട്ട് വന്നിട്ട് അവിടുന്ന് നോക്കുകയാണ് എത്ര ഡിഗ്രിയിൽ? അതേ ബിൽഡിങ്ങിന്റെ മുകളിലേക്ക് എത്ര ഡിഗ്രിയിൽ നോക്കുന്നു? 30 ഡിഗ്രി. എത്ര ഡിഗ്രി? 30 ഡിഗ്രി. റഫ് ഫിഗറായി. ഇനി എന്താ കണ്ടേ? വിഡ്ത്ത് ഓഫ് ദ റിവർ. വിഡ്ത്ത് ഓഫ് ദ റിവർ എന്ന് പറഞ്ഞാൽ ഏതാ? ഇതാണ് വിഡ്ത്ത് ഓഫ് ദ റിവർ. കണ്ട, ഇവിടെ നമ്മൾ എ എന്ന് കൊടുക്കുന്നു, ഇവിടെ ബി എന്ന് കൊടുക്കുന്നു, ഇവിടെ സി എന്ന് കൊടുക്കുന്നു, ഇവിടെ ഡി എന്ന് കൊടുക്കുന്നു. വിഡ്ത്ത് ഓഫ് ദ റിവർ ഏതാ? അത് എഴുതി വെക്കണം. വിഡ്ത്ത് ഓഫ് റിവർ ഏതാണ്? BC. BC ആണ് റിവർ വിഡ്ത്ത്. ഏതാണ്? BC. കാരണം അയാൾ റിവറിന്റെ എഡ്ജിൽ നിൽക്കുക. അപ്പൊ ഇവിടെ തൊട്ട് ഇവിടം വരാണ് എന്ത്? റിവർ. ഇതെന്താണ്? ട്രീ ആണ്. ഇതിന്റെ മുകളിലോട്ടാണ് നോക്കുന്നത്. പിന്നെ ഇയാൾ ബാക്കിലോട്ട് നീങ്ങുക. മനസ്സിലായി? ഇവിടെ റിവർ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ റിവർ, ഇവിടെ സൈഡിലാണ് മരം. ഇയാൾ ഇവിടെയാണ് നിൽക്കുന്നത്. ആള് നിൽക്കുന്ന എവിടെയാ? ഇവിടെയാണ് നിൽക്കുന്നത്. 3 കാര്യം. ഇയാൾ ഇവിടെ നിന്ന് നോക്കുക. ഇവിടെ നിന്ന് ഇങ്ങനെയാണ് നോക്കുന്നത്. കണ്ടോ? അപ്പൊ ഇതാണ് ആരുടെ നീളം? റിവറിന്റെ നീളം. ക്ലിയർ ആയില്ലേ? അപ്പൊ അതാണ് BC. പലരും എടുക്കുന്ന എന്ത് തെറ്റൂടെ? BD എടുക്കും. BD എന്ന് പറഞ്ഞാൽ 20 മീറ്റർ ബാക്കിലോട്ട് പോയി ഈ റിവറിന്റെ സൈഡിൽ നിന്നിട്ട് വീണ്ടും അയാൾ നടന്ന് നീങ്ങിപ്പോയി വീണ്ടും ഇവിടെ നിന്ന് നോക്കി. അതാണ്. ഇത് റിവർ ആണോ? ഇത് റിവർ അല്ല. ഇതെന്താ? സൗണ്ട്. ഇവിടെയാണ് റിവറിന്റെ യോജിരിക്കും. ഇതാണ് ഫിഗർ. ക്ലിയർ ആയല്ലോ? ഇനി നോക്കിയാൽ നമ്മൾ പഠിച്ച അതേ മെത്തേഡ്. ഇവിടെ 60, ഇവിടെ എന്ത് വരും? 90, ഇവിടെ എന്ത് വരും? 30. ഇതിനെ നോക്കി നമ്മൾ അന്ന് പഠിച്ചു. ഇതെന്താ? ഈ ഒരു ലൈൻ ആണെങ്കിൽ ഈ ലൈനിന്റെ ആംഗിൾ എത്രയാ? 180 ഡിഗ്രി. ഇതിനെ എത്ര മുറിച്ചാലും അത് എത്ര തന്നെ ആയിരിക്കും? 180. അപ്പൊ ഇതൊരു ലൈൻ അല്ലേ? ഇത് 60 അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇവിടെ എത്ര വരും? 120. ഇപ്പൊ 120. ഇതൊരു ട്രയാംഗിൾ അല്ലേ? ഇവിടെ 120, ഇവിടെ 30. അങ്ങനെയാണെങ്കിൽ ഇവിടെ എത്ര വരും? 30 വരും. ഇവിടെ എത്ര വരും? 30. ഈ 30ന് ഓപ്പോസിറ്റ് എത്രയാ? 20 ആണെങ്കിൽ ഈ 30ന് ഓപ്പോസിറ്റ് എത്ര വരും? 20 തന്നെ വരും. അപ്പൊ ഇത് AC എത്ര കിട്ടി നമുക്ക്? 20. അപ്പൊ നമുക്ക് എഴുതാം ഏത്? ACD. ട്രയാംഗിൾ ACD ഏതാ? ഇതല്ലേ ACD. കണ്ടോ? ബാക്കി ഇരിക്കുന്നവർ ശ്രദ്ധിച്ചോ? ACD കണ്ടോ? ACD-യിൽ ആംഗിൾ ACD എന്ന് പറഞ്ഞാൽ എത്രയാണ്? 120 ഡിഗ്രിയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ADC എത്രയാണ്? ആംഗിൾ ADC 30 ഡിഗ്രിയാണ്. ആംഗിൾ ADC 30 ആണെങ്കിൽ ആംഗിൾ DAC എത്ര തന്നെ വരും? 30. അപ്പൊ ഈക്വൽ ആംഗിൾ DAC എത്ര ഡിഗ്രി? 30 ഡിഗ്രി തന്നെ. അവിടുത്തെ 30ക്ക് ഓപ്പോസിറ്റ് എത്ര? 20 അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇവിടെ എത്ര തന്നെ വരും? 20 തന്നെ വരും. കണ്ടോ? അവിടെ എന്ത് തന്നെ വരും? 20 തന്നെ. മനസ്സിലായോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ AC എന്ന് പറയുന്നത് നമുക്ക് ഇവിടുന്ന് കിട്ടത്തില്ലേ? അല്ലേ? അപ്പൊ ഇവിടെ 30 ആണെന്നുണ്ടെങ്കിൽ ഇവിടെ എന്ത് വരും? 30 തന്നെ വരും. അപ്പൊ 30ക്ക് ഓപ്പോസിറ്റ് എന്താ വരിക? 20 ഡിഗ്രി. അപ്പൊ ഇവിടെ എന്താ വന്നു?
ഡി സി ഈക്വൽ ആണ് ആർക്ക്? എ സിക്ക്. കാരണം ഡി സിയും എ സിയും എത്ര തന്നെ 30ക്ക് ഓപ്പോസിറ്റ് ആണ് വരുന്നത്. ഡി സി 20 ആണെങ്കിൽ എ സി എത്ര തന്നെ വരും? 20 മീറ്റർ. 20 മീറ്റർ വന്നു. അപ്പൊ ഇവിടെ നമുക്ക് റേഷ്യോ കിട്ടിയില്ലേ? ഇവിടെ എന്താ റേഷ്യോ? 30, 60, 90. 90ന്റെ ഓപ്പോസിറ്റ് എത്ര വന്നു? 20. അപ്പൊ 30ന് ഓപ്പോസിറ്റ് എത്ര വരും? 10. 60ക്ക് ഓപ്പോസിറ്റ് എന്ത് വരും? 10√3. 30ന് ഓപ്പോസിറ്റ് ഇവിടെ അപ്പൊ എത്ര വന്നു? 10. അപ്പൊ ബി സി എത്ര കിട്ടി നമുക്ക്? 10. ഇത്ര എഴുതി വെച്ചാൽ 10 മീറ്റർ. റിവറിന്റെ നീളം അപ്പൊ എത്ര വന്നു? ക്ലിയർ ആയ? 10 ആണ് ആൻസർ വരുന്നത്. കിട്ടിയോ? ഇത്ര നല്ലൊരു ക്വസ്റ്റ്യൻ ആണിത്. എ സി എന്ന് പറയുന്നത് എത്രയായിരിക്കും? ഇവിടെ 90 ആണ്. എ ബി സി എന്ന് പറഞ്ഞാൽ എത്രയാ? 90 അല്ലേ? 90 ആണെന്നുണ്ടെങ്കിൽ ഇവിടെ എത്രയായിരിക്കും? 90 അല്ലേ? അപ്പൊ നമ്മൾ ആദ്യം ട്രയാങ്കിൾ എ ബി ഡി എ ബി സി എടുക്കും. എന്തെടുക്കുന്നു? എ ബി സി. എ ബി സി എടുക്കുമ്പോൾ എ ബി സി ഇത് 90 ആണെങ്കിൽ ഇത് എത്രയായിരിക്കും? 45. അപ്പൊ ഇവിടെ എത്രയായിരിക്കും? 45 ആയിരിക്കും. അപ്പൊ റേഷ്യോ എന്താ വരിക? 45, 90. റേഷ്യോടെ നമ്മൾ പഠിച്ചു വെച്ചിട്ട് എന്താ? 1:1:√2 അല്ലേ? ഇവിടെ നോക്കിയേ, 45ന് ഓപ്പോസിറ്റ് എത്രയാ? 10. അപ്പൊ ഇവിടെ എന്ത് വരും? 10. അപ്പൊ ഇവിടെ എന്ത് വരും? 10√2. അപ്പൊ ബിയുടെ ഓപ്പോസിറ്റ് എന്താ വരിക? 10√2. എ സി എന്ന് പറയുന്നത് അപ്പൊ എത്ര കിട്ടി? 10√2. ക്ലിയർ ആയ? ഇനി ട്രയാങ്കിൾ എ ബി സി എടുത്ത് സർക്കിൾ വരച്ചാൽ റേഡിയസ് എത്ര? സംഭവം സിമ്പിൾ ആണ്. എങ്ങനെ? ട്രയാങ്കിൾ എ ബി സി എടുക്കുന്നു പറഞ്ഞാൽ ഒരു സർക്കിളിന്റെ അകത്ത് വരുന്നത് അപ്പൊ നേരെ ഇതെന്ന് പറയുന്നത് എന്തായിരിക്കും? അതിന്റെ ഡയാമീറ്റർ കണ്ടോ? ഇങ്ങനെ വരും. കണ്ടോ? ഇതാണ് ഇങ്ങനെ ആയിരിക്കും എന്ത് വരുന്നത് മക്കളെ? സർക്കിൾ വരുന്നത്. അപ്പൊ ഇതെന്താ? സി. ഇതെന്താ? ബി. ഇതെന്താ? എ. ഇവിടുത്തെ ഡയമീറ്റർ ആര്? എ സി അല്ലേ? ഡയമീറ്റർ ആര്? എ സി. എ സി എത്ര കിട്ടിയിരിക്കുന്നത്? 10√2 അല്ലേ? അപ്പൊ ഡയമീറ്റർ 10√2 ആണെങ്കിൽ റേഡിയസ് എന്ന് പറഞ്ഞാൽ എന്താ? 10√2/2. ഡയമീറ്ററിന്റെ പകുതിയല്ലേ റേഡിയസ്? ഡയമീറ്റർ 10√2 ആണെങ്കിൽ റേഡിയസ് എത്രയായിരിക്കും? ഇതിനെ 2 കൊണ്ട് വെട്ടുമ്പോൾ എന്ത് വരും? 5. 5√2 സെന്റിമീറ്റർ ആണ് റേഡിയസ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ എ ബി ഡിയുടെ എന്ത് തന്നെ ആയിരിക്കും? 5√2 തന്നെ ആയിരിക്കും. അതിന്റെ റേഡിയസും എന്ത് തന്നെയാണ്? 5√2 തന്നെയാണ്. അപ്പൊ എ എന്ന് പറയുന്നത് 10√2, ബി എന്ന് പറയുന്നത് 5√2, സി എന്ന് പറയുന്നത് 5√2. ഇങ്ങനെ തരും. നമ്മളെ കൺഫ്യൂഷൻ ആക്കാൻ സംഭവം സിമ്പിൾ. എന്താ? റേഡിയസ്. എന്താ ചോദിച്ചിരിക്കുന്നത്? റേഡിയസ്. നമ്മൾ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടല്ലോ. ഇങ്ങനെ സർക്കിള് ട്രയാങ്കിള് വന്നു കഴിഞ്ഞാൽ ഇക്വേഷൻ പഠിച്ചിട്ടുള്ള എന്താ ഇക്വേഷൻ? A by sin x is equal to അല്ലെങ്കിൽ 2r is equal to a by sin x. A എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടുത്തെ അളവ്, ആംഗിളിന് ഓപ്പോസിറ്റ് ഉള്ള അളവ് 5 ആണ്. ബൈ sin x. sin x എന്ന് പറഞ്ഞാൽ എന്താ? sin 80 is equal to 2r. sin 80യുടെ വാല്യൂ തന്നിട്ട് ക്വസ്റ്റ്യനിൽ തരും. എത്ര? 9848. അപ്പൊ ഇവിടെ നമ്മൾ 5 by sin 80ക്ക് പകരം ആ വാല്യൂ എടുത്ത് എഴുതുന്നു 98482 ആണ്. അപ്പൊ ഇവിടെ നോക്കിയാൽ നമുക്ക് ഡിവിഷൻ നടത്തണം. 5നെ 9848 കൊണ്ട് ഡിവിഷൻ നടത്തണം. അപ്പൊ ഇവിടെ ഡെസിമൽ വന്നിട്ടുണ്ട്. അപ്പൊ ചില കുട്ടികൾക്ക് വിചാരിക്കും ഡെസിമൽ വന്നാൽ പാടാണ്. അപ്പൊ ഡെസിമൽ കഴിഞ്ഞ് എത്ര സ്ഥാനം ഉണ്ടെന്ന് എണ്ണി നോക്കണം. എത്ര സ്ഥാനമുണ്ട് ഡെസിമൽ കഴിഞ്ഞ്? എത്ര സ്ഥാനമുണ്ട് ഡെസിമൽ കഴിഞ്ഞ്? 4 സ്ഥാനം. 1 2 3 4. അപ്പൊ 4 പൂജ്യം ഉള്ള നമ്പർ കൊണ്ട് എന്ത് ചെയ്യണം? അതിനെ ഇൻഡു ചെയ്യണം. അപ്പൊ അതേ നമ്പർ കൊണ്ട് മുകളിൽ എന്ത് ചെയ്യണം? ഇൻഡു ചെയ്യണം. അപ്പൊ ആൻസർ എന്താ കിട്ടും നമുക്ക്? മുകളിൽ എന്ത് കിട്ടും? 5ന്റെ കൂടെ 4 പൂജ്യം ബൈ ഇത് വെളിയിലോട്ട് അങ്ങ് വരുത്തേ ഉള്ളൂ. അതിന്റെ കൂടെ 4 പൂജ്യം ഇടണോ? കേട്ടോ. അതിന്റെ ഡെസിമല് കളയാൻ വേണ്ടിയിട്ടാണ് നമ്മള് ഡെസിമല് കഴിഞ്ഞുള്ള സ്ഥാനം എടുത്തിട്ട് അതിനെ ഇൻഡു ചെയ്തത്. അപ്പൊ അതിന്റെ ഡെസിമൽ സ്ഥാനം പോയി. അപ്പൊ ഇവിടെ ആൻസർ എന്താ വന്നു? 50,000/9848. എന്താ ചെയ്യാനുള്ള നോക്കിയേ? 50,000നെ 9848 കൊണ്ട് നമ്മൾ എന്ത് ചെയ്യാണ്? ഡിവിഷൻ നടത്തുവാണ്. അപ്പൊ 9ന്റെ കൂടെ നമുക്ക് 5000 എടുക്കാൻ പറ്റുമോ? 50 എടുക്കാൻ പറ്റുമോ? 500 എടുക്കാൻ പറ്റുമോ? 5000 എടുക്കാൻ പറ്റുമോ? എത്ര തന്നെ എടുക്കണം? 50,000. അപ്പൊ നമുക്ക് നോക്കാം. 9നെ
5 കൊണ്ട് ഇൻറ്റു ചെയ്താൽ എന്ത് വരും? 9×5 45. അപ്പൊ 9,000 5 കൊണ്ട് ഇൻറ്റു ചെയ്താലോ 45,000. അപ്പൊ നമുക്ക് എവിടം വരെ എടുക്കാം? ആദ്യം 9848നെ 5 കൊണ്ട് എടുക്കാം. അപ്പൊ എത്ര കിട്ടും? 40, 4, 4, 24, 24, 8, 2, 42, 42, 4, 45, 95, 45, 4, 49. അപ്പൊ എവിടം വരെ കിട്ടി? 49,240. ഇവിടെ 0, 0, 10 4 കുറച്ച 6 അല്ലേ? 9 2 കുറച്ച 7, 9 9 കുറച്ച 0, ഇവിടുന്ന് പോയി. അപ്പൊ 760 ആണ് കിട്ടിയത്. എത്ര കിട്ടി? 760. കണ്ട? ഇനി അടുത്ത കാര്യം എന്താ? അപ്പൊ ഇവിടെ പോയിന്റ് കൊടുത്തോണ്ട് എന്ത് കൊടുത്തു? നമ്മളത് 0 കൊടുത്തു. 7,600 അല്ലേ ആയുള്ളൂ. വീണ്ടും നമ്മൾ എന്ത് കൊടുക്കണം? ഒരു 0 കൊടുത്തിട്ട് ഒരു 0 കൊടുക്കണം. കണ്ട? അപ്പൊ എന്ത് വന്നു? 76,000. 76,000 എന്ന് പറഞ്ഞാൽ 9 കൂടെ ഇൻറ്റു ചെയ്ത് എവിടം വരെ വരും? 7, 8, 56, 8 7 സാർ 56, 5, 7 4 സാർ 28, 28 5, 33, 3, 8 7 സാർ 56, 3, 59, 5, 9 7 സാർ 63, 63 5, 68. അപ്പൊ ഏകദേശം എത്ര കിട്ടും? 7 കിട്ടും. അപ്പൊ 5.07 ആണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? ഇവിടെ ആൻസർ കിട്ടുന്നത്. അപ്പൊ നമുക്ക് എന്ത് കിട്ടാം? അവിടെ 5.07. എന്തുവാ കിട്ടിയത് നമുക്ക്? 2R. 2R is equal to എത്ര കിട്ടി? 5.07. അപ്പൊ 6 കിട്ടണമെങ്കിൽ എന്ത് ചെയ്യാ? 5.07ന്റെ പകുതി എടുക്കും. 5.07ന്റെ പകുതി എടുക്കുമ്പോ നമുക്ക് എന്ത് കിട്ടും? ആൻസർ കിട്ടും. 5.07ന്റെ പകുതി എടുക്കുമ്പോ എങ്ങനെ എടുക്കുക? ഇപ്പൊ നമ്മൾ ചെയ്തതുപോലെ ഇവിടെ എത്ര ഡെസിമല്? ഇൻറ്റു 10, 100. ഇവിടെയും 100. അപ്പൊ എന്ത് വരും? 507/200. 507/200. കേട്ടോ, ഡെസിമലിന്റെ സ്ഥാനം അനുസരിച്ച് മൾട്ടിപ്ലിക്കേഷൻ ചെയ്താൽ മതി. 507ന് എത്ര കൊണ്ട് ഡിവിഷൻ നടത്തണം? 200 കൊണ്ട് ഡിവിഷൻ നടത്തണം. അപ്രോക്സിമേറ്റ്ലി ആണ്. അപ്രോക്സിമേറ്റ്ലി അത്രയും കിട്ടും. ഇതാണ് അതിനകത്തുള്ള ആൻസർ. 2.54 സംതിങ് ആയിരിക്കും ആൻസർ വരുന്നത്.